കടുത്ത വേനൽ ചൂട് തേയില കൃഷിയെയും പ്രതികൂലമായി ബാധിക്കുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വേനൽ ചൂടിന്റെ കാഠിന്യം കൂടുതലായതോടെ തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങി. ഉണക്കിനെ പ്രതിരോധിക്കാൻ കർഷകർ നടത്തുന്ന പരിശ്രമങ്ങൾ പൂർണ്ണമായും ഫലപ്രദമാകുന്നുമില്ല. തണുപ്പാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ജില്ലയിലെ തേയില കൃഷി ഏറ്റവും കൂടുതലുള്ള മേഖലകളിൽ ഒന്നാണ് പീരുമേട്. വേനൽ കടുത്തതോടെ കടുത്ത ചൂട് മൂലം തേയിലച്ചെടികൾ അങ്ങിങ്ങായി കരിഞ്ഞുണങ്ങി തുടങ്ങി. നിലവിൽ പ്രതിരോധത്തിന്റെ ഭാഗമായി വൻകിട തോട്ട ഉടമകളും ചെറുകിട കർഷകരുമടക്കം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. വെളുത്ത കുമ്മായം പോലുള്ള കയോലിൻ എന്ന മരുന്നാണ് ഇപ്പോൾ ഉണക്കുള്ള തേയിലച്ചെടികളിൽ തളിക്കുന്നത്. കൂടാതെ ജലസേചനവും നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്താലും പകൽ സമയത്ത് കടുത്ത ചൂടിൽ തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നുമുണ്ട്. കാരണം ഈ മരുന്ന് അടിച്ചിട്ടിരിക്കുക തേയിലയ്ക്കുള്ള സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടും തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇത്. ഇതിൽ ഒത്തിരി വെയിലിൻ്റെ ചൂട് ദാഹം കൂടുതൽ കാരണം ഈ മരുന്ന് അടിച്ചിട്ടിരിക്കുക. വെള്ള കളറിലുള്ള മരുന്ന് ചൂട് തണൽ പിന്നെ പനിയൊക്കെ പിടിച്ചു വയ്ക്കാനും തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വേനൽ മഴ മാറി നിന്നതാണ് കാരണങ്ങളിലൊന്ന്. മറ്റ് രോഗബാധയും കാരണങ്ങളാണ്. ജലസേചന സൗകര്യങ്ങൾ കുറവുള്ള ചെറുകിട തേയില കർഷകർ നിലവിലെ സാഹചര്യത്തെ പ്രതിരോധിക്കാൻ നന്നേ പാടുപെടുന്നുമുണ്ട്. ശക്തമായ മഴ ലഭിച്ചാൽ മാത്രമേ പ്രതിവിധിയുള്ളൂ. പുതുതായി തടുക്കുന്ന കൊളുന്നുകളെല്ലാം വാടി കരിയുന്നുമുണ്ട്. ഇത് ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.